അപ്പോൾ ഞാൻ അന്ന് സൈറ്റ് വന്ന് കണ്ടതനുസരിച്ച് സോയിൽ ടെസ്റ്റ് ചെയ്തു, പൈലിംഗ് എന്ന് തീരുമാനിച്ചു. അതിനുശേഷമുള്ള കാര്യം ആർക്കിടെക്ട്സുമായിട്ടാണ് പിന്നെ നമുക്ക് ഡിസ്കഷൻ പോകുന്നത്. അപ്പോൾ ആർക്കിടെക്ട്സിൻ്റെ ഓഫീസിൽ പോയി ഇതിൻ്റെ ഡിസ്കഷൻ ത്രൂ ഔട്ട് ക്ലയൻറ്റ് സംസാരിച്ചു. അതുപോലെ രണ്ട് മക്കളും എല്ലാവരും, കാര്യം ഇത് ഫാമിലി ഇൻവോൾവ് ആണ്. കാര്യം ഇതിൻ്റെ അകത്ത് ഇവിടെ ലാസ്റ്റ് താമസിക്കുന്ന കുടുംബമാണ്. അപ്പോൾ അവരുടെ ആവശ്യമാണ് ഇതിൻ്റെ അകത്ത് ഫൈനലായിട്ട് വരുന്നത്. അങ്ങനെ BYT ആർക്കിടെക്ട്സിൻ്റെ ഓഫീസിൽ ഇരുന്ന് ഇതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഡിസൈൻ നമ്മുടെ ഓഫീസിലോട്ട് തിരിച്ചു തരുമ്പോൾ നമ്മുടെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അപ്രൂവൽ. കാര്യം ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രോസസ്സുണ്ട്. കേരളത്തിലൊരു വീട് പണിയണമെങ്കിൽ ഇതിൻ്റെ അപ്രൂവൽ എന്നുള്ളത് ഒരു വലിയ തലവേദനയാണ്. പക്ഷേ ജാക്ക് കൺസ്ട്രക്ഷൻ ആൻഡ് ടീം ഇതിന് വേറെ കേപ്പബിൾ ആയതുകൊണ്ട് നമ്മൾ തന്നെ ഇതിൻ്റെ എല്ലാ പ്രോസസ്സും അപ്രൂവലിൻ്റെ കാര്യങ്ങൾ നമ്മൾ പോവുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എസ്റ്റിമേഷൻ അതിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് കോസ്റ്റിങ്ങും നമ്മൾ ഈ ഓഫീസിൽ നിന്ന് എടുത്തു. അതനുസരിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ്, കാര്യം ക്ലയൻറ്റിന് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. ഈ ബഡ്ജറ്റും അവരുടെ ആവശ്യവും ഇതെല്ലാം ഒത്തുപോകുന്ന, ആക്ച്വലി ഒരു പ്രോജക്റ്റ് നന്നാവണമെങ്കിൽ ഒരു ട്രയാങ്കിൾ പോലെയാണ്. ക്ലയൻറ്റ് ഒരു സൈഡ്, ആർക്കിടെക്റ്റ് ഒരു സൈഡ്, ഇതിൻ്റെ ബിൽഡർ ഒരു സൈഡ്. ഇത് 3 പേരും ഒരു ഇക്വിലിബ്രിയത്തിൽ പോയാൽ മാത്രമേ ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ വീടെന്ന് പറയുന്നത്.